റമദാൻ മാസം ആയി കഴിഞ്ഞാൽ എല്ലാ കാലത്തുള്ള ഒരു ചർച്ചയാണ്. ഇത് ഭയങ്കര ഇൻഹ്യൂമൻ ആയിട്ടുള്ള മാനുഷിക പരിഗണന കൊടുക്കാത്ത ഒരു റിലീജിയസ് ആക്ടിവിറ്റിയാണെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് വ്യൂവിൽ ഇതിൻ്റെ ഒരു മെഡിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എമർജൻസി മെഡിസിനിൽ സർവൈവൽ റൂൾ ഓഫ് 3 എന്ന് പറയും. അതായത് 3 മിനിറ്റ് നിങ്ങൾക്ക് ഓക്സിജൻ ഇല്ലാതെ സർവൈവ് ചെയ്യാം, 3 ദിവസങ്ങൾ നിങ്ങൾക്ക് വെള്ളമില്ലാതെ സർവൈവ് ചെയ്യാം, 3 ആഴ്ച നിങ്ങൾക്ക് ഭക്ഷണം ഇല്ലാതെ സർവൈവ് ചെയ്യാം എന്നാണ് നമ്മൾ പറയാറുള്ളത്. സോ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 മണിക്കൂറാണ് നമ്മൾ ഭക്ഷണ പാനീയം ഇല്ലാതെ നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അതിൽ തന്നെ നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രീ ഫാസ്റ്റിംഗ് ഫുഡ് കഴിച്ചുകൊണ്ടും ഈ ഫാസ്റ്റിംഗ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഫാസ്റ്റിംഗ് ഫുഡ് കഴിച്ചുകൊണ്ടുമാണ്. സോ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഈ നോമ്പ് കൊണ്ട് ഉണ്ടാവും എന്ന് പറയുന്നതിൽ തെറ്റാണ്. ഈ രണ്ടാമത്തതിൻ്റെ ഒരു റിലീജിയസ് ആസ്പെക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആരോഗ്യം ഉള്ളവർ മാത്രം നോമ്പെടുത്താൽ മതി എന്ന് റിലീജിയൻ വൈസ് തന്നെ അവർ പറയുന്നുണ്ട്. അതായത് ഗർഭിണികൾ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല, കുട്ടികൾ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല, മുലയൂട്ടുന്ന അമ്മമാർ എടുക്കേണ്ട ആവശ്യമില്ല, രോഗികളായിട്ടുള്ള ആളുകൾ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. തീർത്തും ആരോഗ്യവാരായിട്ടുള്ള ആളുകൾ മാത്രമാണ് നോമ്പെടുക്കേണ്ടതുള്ളത്. സോ നമ്മൾ രണ്ട് ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിലും ആ നോമ്പിനൊരു പ്രശ്നമില്ല.